ഈ പറഞ്ഞ അടി കൊടുക്കുന്ന, അതായത് അടി കൊടുക്കുന്ന രണ്ടോ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് കാണാം. അവരവിടുത്തെ അവരുടെ പിതാവ് അവിടുത്തെ സർപ്പഞ്ചാണ്, അതായത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതായത് അവിടുത്തെ ഈ പറയുന്ന ആദിവാസി ഇടയ്ക്കുള്ള അതിൻ്റെ അപ്പറായിട്ടുള്ള ഗ്രൂപ്പിൽപ്പെട്ട കമ്മ്യൂണിറ്റിയാണ്. അപ്പം അവർക്ക് ഒരു കാരണവശാലും ഇവർ ഈ പറയുന്ന ക്രൈസ്തവ വിശ്വാസത്തിലോട്ട്, ഏത് വിശ്വാസം ആയിക്കൊള്ളട്ടെ, ഇസ്ലാം ആയിക്കൊള്ളട്ടെ, മറ്റേത് വിശ്വാസം ആയിക്കൊള്ളട്ടെ, അതിലോട്ട് പോകാൻ ഇവർക്ക് താല്പര്യമില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം വോട്ട് ബാങ്കാണ് ഈ പറയുന്ന ഈ ഹിന്ദുത്വ വോട്ട് എന്ന് പറയുന്നത്. അതായത് ആദിവാസികളുടെ ആ ഒരു രീതിയിലുള്ള വോട്ട്. അതതിൻ്റെ കാര്യം. കാരണം ഇവർ പോയി കഴിഞ്ഞാൽ നാളെ ഈ വോട്ട് കിട്ടത്തില്ല, ഇവരൊന്നും അതിൻ്റെ നേതാക്കന്മാരായിട്ട് ഇവർ അംഗീകരിക്കത്തില്ല. നീ മനസ്സിലാക്കോ, ജാബോ എന്ന് പറഞ്ഞ ആ വില്ലേജിൽ അവിടെ ക്രിസ്ത്യൻ മിഷൻ വർക്ക് നടക്കുന്നുണ്ട്, ഗോസ്പൽ നടക്കുന്നുണ്ട്, ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യം. അവിടെ ഹോം ചർച്ചുണ്ട്, സ്കൂളുണ്ട്, ചെറിയ ചെറിയ ക്ലിനിക്കുണ്ട്. അതായത് ആദിവാസികളെ മാറ്റിയെടുക്കുന്നു. അപ്പം നിർബന്ധിച്ച് ഇങ്ങനൊരു സംഭവം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് നേരത്തെ ആണെങ്കിൽ, ഒരു 10 വർഷം മുമ്പാണെങ്കിൽ ഇതേപോലെ വന്ന് അടിക്കുകയും പിടിക്കുകയും പോലീസ് അറസ്റ്റും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ ജയ് ശ്രീറാം എന്ന് വിളിച്ചേനെ. അത് ആദിവാസി കമ്മ്യൂണിറ്റി അല്ലയോ? കാരണം അവരെ വിരട്ടാൻ സാധിക്കും. കാരണം അവരിങ്ങനെ ജോലി ചെയ്തും വളരെ പട്ടിണിയും പരിവട്ടമായിട്ട് ജീവിക്കുന്നവരൊക്കെ. പക്ഷേ ഇവിടെ രാജീവ് ദ്വമാർ എന്ന് പറഞ്ഞ ആൾ അവിടെ കാണിക്കുന്ന ഒരു ധൈര്യമുണ്ട്. ആണ് പറഞ്ഞത്, നിങ്ങൾ എന്നെ കൊന്നാലും ഞാനത് വിളിക്കില്ല. എന്നിട്ട് അയാളുടെ ഭാര്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വേറൊരാൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു. അവർ പറയുന്നുണ്ട്, ഒരാളെ പോലും അവരുടെ കൂട്ടരും കൺവേർട്ട് ചെയ്യാനോ ഒന്നും, അവർ പ്രയർ നടത്തുന്നുണ്ട്. അത് കുറച്ച് നാളുകൊണ്ട് നടത്തുന്നുണ്ട്, ഒത്തിരി പേര് വരുന്നുണ്ട്. ഇവർ സ്ഥിരമായിട്ട് ഈ കൂട്ടർ വന്ന് ഇവരെ ശല്യം ചെയ്യുന്നുണ്ട്, അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവരുടെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇവരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ കൂട്ടം ആളുകൾ കൂടുതലുണ്ട്. 7 जुलाई को झूठा धर्म परिवर्तन का केस लगाया था, तो जेल में गए थे ये। तो FRY भी हुई थी, तो जेल में रहकर 24 दिन रहा और जमानत मिल गई, तो ये घर पे आ गए थे।